കേരള ജിയന്ന എന്നാണ് അച്ചാമ്മ ജേക്കബ് പുലിക്കോട് അറിയപ്പെടുന്നത്. അതിന് കാരണം ആ വിശേഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിശുദ്ധ ജിയന്ന ബെററ്റെ മുള്ളയെ പോലെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത അമ്മയാണ് അച്ചാമ്മ. തന്റെ 12ാമത്തെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോഴായിരുന്നു അച്ചാമ്മയുടെ ശരീരത്തിൽ ക്യാൻസർ എന്ന മഹാമാരി മുഴകളായി രൂപപ്പെട്ട് തുടങ്ങിയത്. ചികിത്സയിലേക്ക് നീങ്ങിയെങ്കിലും ഗർഭചിത്രം നടത്തി മാത്രമേ ഫലപ്രദമായ ചികിത്സ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന് മുന്നിൽ അച്ചാമ്മയ്ക്ക് മറ്റൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. തന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് തനിക്കൊരു ജീവിതം വേണ്ട എന്ന് അച്ചാമ്മ ശഠിച്ചു. ഡോക്ടർമാരോടൊപ്പം കുടുംബാംഗങ്ങളിൽ പലരും അതിനായി അവരെ പ്രേരിപ്പിച്ചെങ്കിലും അച്ചാമ്മ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല. രോഗമോ തന്റെ ജീവനോ കുഞ്ഞിന്റെ ജീവന് തടസ്സമാകരുതെന്ന് ആഗ്രഹിച്ച അച്ചാമ്മ രോഗത്തിന്റെ കഠിനവേദനയിലും മനസ്സ് തകരാതെ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മമേകി. പ്രസവാനന്തരം അച്ചാമ്മയുടെ രോഗം അതിവേഗം മൂർച്ഛിച്ചു. തുടർന്ന് പ്രസവം കഴിഞ്ഞ 6ാം മാസം അച്ചാമ്മ തന്റെ രക്ഷകന്റെ സന്നിധിയിലേക്ക് യാത്രയായി. അച്ചാമ്മ തന്റെ ജീവൻ നൽകി ജന്മം കൊടുത്ത ആ 12ാമത്തെ കുഞ്ഞ് ഇന്നൊരു വൈദികനാണ്. ഫാദർ റെജി പുലിക്കോട്ട് SDB. ഒക്ടോബർ 19-ന് അച്ചാമ്മയുടെ 50ാം ചരമവാർഷികമായിരുന്നു. മുട്ടാർ കുമരൻചിറ സെന്റ് തോമസ് ദേവാലയത്തിൽ നടത്തപ്പെട്ട പ്രത്യേക പ്രാർത്ഥനകൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്നോട്ടം നേതൃത്വം നൽകി. ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയിൽ ഫാദർ റെജി പുലിക്കോട്ട് മുഖ്യ കാർമ്മികനായി. ചങ്ങനാശ്ശേരി അതിരൂപത പ്രൊലൈഫ് സമിതി ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല വചന സന്ദേശം നൽകി. ജീവന്റെ സംസ്കാരം തിരിച്ചറിയാത്ത ഒരു പുതുതലമുറയാണ് വളർന്നു വരുന്നതെന്നും അവർക്ക് അച്ചാമ്മയുടെ ജീവിതം ഒരു സാക്ഷ്യമാണെന്നും ഫാദർ സെബാസ്റ്റ്യൻ വചന സന്ദേശത്തിൽ പറഞ്ഞു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സന്ദേശം നൽകിയ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്നോട്ടം 11 മക്കൾക്ക് അച്ചാമ്മ സ്നേഹം നൽകിയപ്പോൾ 12ാമത്തെ മകനെ ജീവൻ നൽകിയാണ് സ്നേഹിച്ചതെന്ന് പറഞ്ഞു. ഇല്ലായ്മയുടെ കാലത്ത് ജീവന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് 12 മക്കൾക്ക് ജന്മം നൽകിയ അച്ചാമ്മ ഇന്ന് സമ്പന്നതയിലും മക്കളെ വേണ്ടെന്ന് വെക്കുന്നവർക്കും മക്കളുടെ എണ്ണം കുറയ്ക്കുന്നവർക്കും മുന്നിൽ ഒരു സാക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരിയിലെ ശുശ്രൂഷകൾക്ക് മാർ ജോസഫ് പെരുന്തോട്ടം നേതൃത്വം നൽകി. തന്റെ അമ്മ ജീവൻ നൽകി തന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് താൻ ഇന്ന് ഈ ഭൂമിയിൽ ആയിരിക്കുന്നതെന്നും സലേഷ്യൻ സഭയിലെ ഒരു വൈദികനായതെന്നും അച്ചാമ്മയുടെ 12ാമത്തെ മകനായ ഫാദർ റെജി ഇടറിയ സ്വരത്തോടെ ഷെക്കിന ന്യൂസിനോട് പറഞ്ഞു. അമ്മച്ചി ജീവിതം എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് ജീവിക്കുവാനും ഒരു വൈദികനാകുവാനും സലേഷ്യൻ സഭയിൽ ചേരുവാനും സാധിച്ചു. അമ്മച്ചിയുടെ സ്നേഹം ഡയറക്റ്റായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ 6 മാസമായിരുന്നു അമ്മച്ചി മരിച്ചപ്പോൾ. അമ്മച്ചി ക്യാൻസറായിരുന്നു. എന്നിരുന്നാലും എൻ്റെ സഹോദരന്മാരിലൂടെയും സഹോദരിമാരിലൂടെയും അമ്മച്ചി ആരാണെന്ന് ഞാൻ അറിഞ്ഞു. അമ്മച്ചിയുടെ സ്നേഹം എത്ര വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് ജീവിതം തന്നുകൊണ്ടുള്ള സ്നേഹിച്ച അമ്മച്ചിയെ ഞാൻ എന്നും സ്മരിക്കുന്നു, ഓർക്കുന്നു. ഷെക്കിന ന്യൂസ്, കോട്ടയം.